ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാമൂട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ASM ആയിട്ട് പത്തനംതിട്ട ജില്ലയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ PSC പഠനം ആരംഭിച്ചത് മാസ്റ്റർ അക്കാഡമിയിൽ നിന്നാണ്. നല്ല രീതിയിലുള്ള ടെസ്റ്റുകളും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും എല്ലാം നല്ല മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതുപോലെ എല്ലാ ദിവസവും ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഏറ്റവും മികച്ച നല്ലൊരു ടീമായിട്ട് തന്നെ ഞങ്ങൾ മുന്നേറിക്കൊണ്ടാണ് ഓരോ ദിവസം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അതെൻ്റെ ഒരു ഉറപ്പാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് നമ്മുടെ മാസ്റ്റർ കി അക്കാദമിയുടെ ചാരുമൂട് ബ്രാഞ്ചിലാണ്. അപ്പോൾ ചാരുമൂട് ബ്രാഞ്ചിൽ പഠിച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ഉന്നത വിജയം നേടി നിലവിൽ ജോലി സ്വന്തമാക്കിയിരിക്കുന്ന നമ്മുടെ ഷജിനയോടൊപ്പമാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷജിനയുടെ വിശേഷങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ VFA പരീക്ഷ വരുന്നു, LDC പരീക്ഷകൾ വരുന്നു, LGS പരീക്ഷകൾ അടുത്ത വർഷങ്ങളിലൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ വിജയികളുടെ വാക്കുകൾക്ക് അത്രമേൽ പ്രസക്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഷജിനയുടെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ തന്നെ ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ജോലിയൊക്കെ എങ്ങനെ ഉണ്ട്? ഓക്കെ ആണോ? ജോലി ഓക്കെയാണ്. ഹാപ്പിയാണ് ഇപ്പോൾ? ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഷജിന PSCയിലോട്ട് വരാൻ എന്തായിരുന്നു ഒരു കാരണം? ഞങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു PSC ജോലി എന്നുള്ളത്. അങ്ങനെ ഞാൻ 2016 PSCയിലോട്ട് വരുന്നത്. അങ്ങനെ 2 മാസം ക്ലാസ്സിന് പോയി, പിന്നെ മാരേജ് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ക്ലാസ് കുറച്ച് നാള് സ്റ്റാർട്ടായി, വീണ്ടും പ്രഗ്നന്റ് ആയി, പിന്നെ കംപ്ലീറ്റ്ലി നിർത്തി. അങ്ങനെ കുറെ വർഷങ്ങൾ നമ്മുടെ സമയങ്ങൾ അങ്ങനെ കടന്നുപോയി. പിന്നെ 2017 ഒരു LD എക്സാം എഴുതി. അത് പത്തനംതിട്ട ജില്ലയായിരുന്നു. പക്ഷെ അന്ന് നിർഭാഗ്യവശാൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഒക്കെ വന്ന ഒരു ടൈമായിരുന്നു. അന്ന് സപ്ലിയിൽ കിട്ടിയതേ ഉള്ളൂ, സപ്ലിമെന്ററി ലിസ്റ്റിലായിരുന്നു കിട്ടിയത്. പിന്നീട് വീണ്ടും അങ്ങനെ LD കിട്ടാതായപ്പോൾ വീണ്ടും ഡ്രോപ്പ് ആയി. പിന്നെ 2 വർഷം അങ്ങനെ പോയില്ല. പിന്നെ വീണ്ടും ജോയിൻ ചെയ്ത് 2019 ആയപ്പോൾ വീണ്ടും ജോയിൻ ചെയ്ത്. അങ്ങനെ കൊറോണ ടൈം ആയപ്പോഴത്തേക്കും മൊത്തത്തിൽ വീട്ടിലിരുന്നൊരു പഠനമായി. ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഹനീഷ, ജ്യോതിഷ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പഠിച്ച് പിന്നെ അങ്ങനെയാണ് 2021 മാസ്റ്റർ കീയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് ഞങ്ങള് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ടീമായിരുന്നു ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുകയും ഞങ്ങൾ ഓരോ ടൈമിൽ ഇന്ന ടോപ്പിക്കുകൾ ഫുള്ള് ഫിനിഷ് ചെയ്യണം എന്ന് പറയുകയും പ്ലാൻ ചെയ്ത് പഠിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഈ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റർ കി അക്കാദമിയുടെ സ്റ്റഡി പ്ലാൻ തന്നിട്ട് എല്ലാ ദിവസവും പരീക്ഷ നടത്തുന്നുണ്ട്. വീക്കിലി ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സ്വാധീനിച്ചു? നല്ല രീതിയിൽ സ്വാധീനിച്ചു. കാര്യം നേരത്തെ നമുക്ക് ടൈം ടേബിൾ വഴിയാണ് ഇത് തരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് അത്രയും പഠിച്ചുകൊണ്ട് വന്ന് പിറ്റേന്ന് എക്സാം നടത്തി മാർക്ക് അനൗൺസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ട് നമ്മുടെ നില എവിടെയാണെന്ന് അറിയാൻ പറ്റും, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയായിരുന്നു. അങ്ങനെ പിന്നെ വീക്കിലി റിവിഷൻ എക്സാമുകൾ, OMR, അങ്ങനെ എക്സാമുകളെല്ലാം കൂടുതൽ പ്രിന്റ് ഔട്ടുകൾ തരുന്നു, നമ്മൾ ആവശ്യപ്പെടുന്ന ക്ലാസ്സുകൾ തരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും മാസ്റ്റർ കി നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം അതൊക്കെ നന്നായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ വീക്കിലി OMR എക്സാംസ് ആയാലും ഒക്കെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് നിലവിൽ ASM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഡിഗ്രി ലെവൽ പരീക്ഷകളിലേക്ക് നോക്കുന്നുണ്ടോ അതോ എങ്ങനെയാണ്? പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവരോട് പറയാനൊരു സന്ദേശം എന്താ? എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അവരോട് പറയാനൊരു ഒരു സന്ദേശം എന്തായിരിക്കും? ഫസ്റ്റ് നമ്മളൊരു സെന്റർ സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തത് മാസ്റ്റർ കി അക്കാദമി ചാരുമൂടായിരുന്നു. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആകത്തക്ക രീതിയിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക, സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. അവിടെ തരുന്ന ക്ലാസ്സുകൾ നല്ലതായിട്ട് പഠിക്കുക. സാർമാർ തരുന്ന നോട്ട്സുകൾ അത് ഏറ്റവും വലുതാണ്. സാർമാർ തരുന്ന നോട്ട്സുകൾ, പിന്നെ അവർ പറയുന്ന പ്രിന്റ് ഔട്ടുകൾ, അവിടുത്തെ എക്സാമുകൾ, അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് വീക്കിലി റിവിഷൻ നടത്തുക.
അവരെഴുതുന്ന OMR എക്സാമുകൾ, അവിടെ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, ഡെയിലി ക്ലാസ്സിന് പോവുക, അതാണ് ഏറ്റവും വലിയത്. ഒരു ദിവസം നമ്മൾ പോവാതിരുന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസം പുറകിലേ പോകുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ 2 ദിവസം തൊട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് എല്ലാ ഇതിൽ പുറകെ നിൽക്കുന്നവര് എല്ലാവരും സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോയി നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. അതുപോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു. ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നായാലും എന്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും നല്ല രീതിയിൽ. കാര്യം നമ്മള് കുറെ വർഷങ്ങളായിട്ട് ഇതിന് പുറകിൽ ഇറങ്ങി തിരിക്കുമ്പം സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ മുന്നിൽ ചോദ്യങ്ങള്. അപ്പൊ നമുക്ക് ഓരോ കല്യാണത്തിനായാലും മരണ വീട്ടിലായാലും നമുക്ക് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടാണ് കടന്നുപോയത്. അതുകൊണ്ട് ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാലും അച്ഛനമ്മ എല്ലാരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഏറ്റവും വലിയ സപ്പോർട്ട് ഫാമിലി തന്നെ ആയിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം മാസ്റ്റർ കെയിലെ അധ്യാപകരുടെ സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ കോർഡിനേറ്ററായ സിമി ചേച്ചിയൊക്കെ ഏറ്റവും വലുതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെയിലി ക്ലാസ്സിന് വരാനാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി സാറുമാരോട് നല്ല ക്ലാസ്സുകൾ ഇടുന്ന കാര്യം പറയാനാണെങ്കിലും പുതിയ പ്രിന്റുകൾ നമുക്ക് തരാനാണെങ്കിലും എല്ലാം വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഒരു ടീമായിരുന്നു. ആ ഒരു ടീമിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ല കമ്പൈൻ സ്റ്റഡി ടീം തന്നെ ഉണ്ടായിരുന്നു. ഈ കമ്പൈൻ സ്റ്റഡി ടീമിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും സാറുമാർ വന്ന് നമുക്ക് ഓരോരോ ഉപദേശങ്ങൾ തരുമ്പോൾ ഞങ്ങൾ അതെല്ലാം വളരെ നല്ല രീതിയിലാണ് കണ്ടതും. എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഷജിനയുടെ വിജയ രഹസ്യമാണ് നമ്മളുടെ മുന്നിലേക്ക് ഷജിന പങ്കുവെച്ചത്. അപ്പോൾ ഷജിന വളരെ തീർച്ചയായിട്ടും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തൊരു കുട്ടിയായിരുന്നു. ഞങ്ങൾക്കറിയാം അവർക്കൊരു ടീം ഉണ്ടായിരുന്നു. ആ ഒരു ടീമിലുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ജോലി ആയിട്ടുണ്ട്. ഓക്കെ, 1-2 പേര് മാത്രം റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഉണ്ട്. അവരൊക്കെ വെയിറ്റ് ചെയ്യാണ് ജോലിക്ക് വേണ്ടി. ഈ വർഷം തന്നെ അവർക്കും അഡ്വൈസ് ആവും. അപ്പോൾ വളരെ മെച്ചപ്പെട്ടൊരു ടീമായിരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അപ്പോൾ ഷജിനയുടെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഷജിനയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ആശംസകൾ, ഇനിയും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ.